ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് കഴിഞ്ഞ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 7 ഈസ് 357. ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ. അതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ നമുക്ക് മൾട്ടിപ്പിൾസിനെ എഴുതാവുന്നത് 7x, അതുപോലെ അടുത്ത മൾട്ടിപ്പിൾ 7x പ്ലസ് 7, അതിനടുത്ത മൾട്ടിപ്പിൾ ആയിട്ട് 7x പ്ലസ് 14. ഈ സം ആണ് നമുക്ക് 357 എന്ന് വന്നത്. നമ്മൾ സം ചെയ്യുമ്പോൾ 7x 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 ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ടൈംസ് 7x നമുക്ക് 21x വരും. 7 പ്ലസ് 14 അഗെയിൻ 21 വിച്ച് ഇസ് ഈക്വൽ ടു 357. നമുക്ക് 21 ടൈംസ് എക്സ് പ്ലസ് 1 ആണ് 357. അപ്പൊ എക്സ് പ്ലസ് 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 357 ഡിവൈഡഡ് ബൈ 21 17 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ നമുക്ക് 16 എന്നും കിട്ടും. 17 മൈനസ് 1. അപ്പൊ ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? 7x ആണ്. നമ്മളോട് സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ആ കാണാൻ ചോദിച്ചിരിക്കുന്നത്. സോ 7 ടൈംസ് 16 ചെയ്യുമ്പോൾ നമുക്ക് 112 എന്ന് കിട്ടും. ഇതിന്റെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 112 എന്നുള്ളത്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഞാൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് ഒരു കുറച്ചൊരു ടൈം തരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ ചെയ്തോളൂ. സെക്കൻഡ് വൺ. ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെയിൽസ്മാൻ എക്സ്പെക്ട് എ ഗെയിൻ ഓഫ് 13% ഓൺ ഹിസ് കോസ്റ്റ് പ്രൈസ് ഇഫ് ഇൻ എ മന്ത് ഓഫ് ഹിസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഫോർമുല പഠിച്ചത് 13% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 113% ഓഫ് CP. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ 100+ പ്രോഫിറ്റ് അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ SP ഇസ് ഈക്വൽ ടു 113% ഓഫ് CP ആണ്. SP ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്. അപ്പോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് CPയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളോട് പ്രോഫിറ്റാ ചോദിച്ചത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SP മൈനസ് CP ആണ്.
സോ സി പി ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ സി പിയുടെ വാല്യൂ എന്തായി മാറും? ഇത് 7 ആണ്. അഗെയിൻ ഇൻറ്റു 100 ഉണ്ട്. സോ സി പി കിട്ടിയില്ലേ? സി പി കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ് പി മൈനസ് സി പി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം ആൻസർ എന്ത് വരും? ഇനി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 ആയിരിക്കും, 91,000 ആയിരിക്കും എന്ത് വരുന്നത്? പ്രോഫിറ്റ് വരുന്നത്. എല്ലാവർക്കും കിട്ടിയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ഇതെല്ലാം ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നിങ്ങൾക്ക് എക്സാമിന്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. "90 men are engaged to do a piece of work in 40 days. But it is found that in 25 days, 2/3 of the work is completed. And how many men should be allowed to go off so that the work may be finished in time" എന്നാണ് പറഞ്ഞത്. അതായത് 90 ആള് ആണ് നമുക്ക് 40 ഡേയ്സ് കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്യാൻ ഉള്ളത്. പക്ഷെ 25 ഡേയ്സ് കൊണ്ട് തന്നെ ഈ 90 men വർക്ക് ചെയ്തപ്പോൾ എന്തായിട്ടുണ്ട്? ഓൾറെഡി ആ വർക്കിന്റെ 2/3 ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള റിമൈനിങ് 1/3 ഓൾറെഡി നമുക്ക് ഡേയ്സ് ഫിക്സ്ഡ് ആണ്, 40 ഡേയ്സ് ആണ്. അപ്പൊ ഇനി ബാക്കി നമുക്ക് 15 ഡേയ്സ് ഉണ്ട്. ആ 15 ഡേയ്സ് കൊണ്ട് ഈ മൊത്തം ആൾക്കാരുടെ ആവശ്യമില്ല. അപ്പം എത്ര പേർക്ക് അതിനകത്തുനിന്ന് പോവാം? അതായത് ബാക്കിയുള്ള 15 ദിവസം കൊണ്ട് ഈ 1/3 ഓഫ് വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എത്ര ആള് വേണം എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതിന് നമ്മൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു M1 D1 ബൈ W1 is equal to M2 D2 ബൈ W2. ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വേഗം ആൻസർ കിട്ടും. M1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഡേ, അവർ വർക്ക് ചെയ്യുന്ന ഡേ, അതിന്റെ കൺസേൺഡ് വർക്ക് എത്രയാണോ ആ വർക്ക്, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് വന്നിരിക്കുന്നത്. കിട്ടിയോ ആൻസർ? ആൻസർ നിങ്ങൾക്ക് ചാറ്റിൽ വേണമെങ്കിൽ ഇടാൻ കിട്ടിയാൽ കിട്ടിയില്ലേ ആൻസർ? അപ്പോ ഞാൻ ഈ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്താൽ മതി ഡയറക്ട്ലി. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താ? 90 men ആണ്. എത്ര ദിവസം വർക്ക് ചെയ്തു? 25 ഡേയ്സ് വർക്ക് ചെയ്തു. ആ സമയം കൊണ്ട് ആ വർക്കിന്റെ എത്ര പോർഷൻ ആണ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്? 2/3 ആണ് അല്ലെ? അപ്പോ നമുക്ക് ഇവിടെ M1ന്റെ സ്ഥാനത്ത് നമുക്ക് 90 കൊടുക്കാം.
ഡേയ്സ് 25 ഡേയ്സ് ആണ്. അവർ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 2/3 ആണ് അല്ലെ, ആ ഹോൾ വർക്ക് അല്ല, അതിന്റെ 2/3 ആണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡേ നമുക്കറിയാം. ഇനി റിമൈനിങ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 40 ആണ്. അതിൽ ഓൾറെഡി 25 ഡേയ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ഡേയ്സ് ഉണ്ട്? 15 ഡേയ്സ് ഉണ്ട്. ഇനി വർക്ക് ആണെങ്കിലും ബാക്കി എത്ര വർക്ക് ഉണ്ട്? ഓൾറെഡി 2/3 ഓഫ് ദ വർക്ക് ഫിനിഷ് ചെയ്തു. അപ്പൊ ബാക്കി വരുന്നത് എത്രയാണ്? 1/3 ആണ്. ഓക്കെ, ഈ നമ്പർ ആണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ 90 ആൾക്കാരിൽ നിന്ന് എത്ര ആള് പോകുന്നു എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ എക്സ് നമ്പർ ഓഫ് ആൾക്കാർ പോയെന്ന് വിചാരിക്കുക. അപ്പൊ ബാക്കി എത്ര പേരുണ്ടാവും? 90 മൈനസ് എക്സ്. ഈ രണ്ട് വാല്യൂസും ഈക്വേറ്റ് ചെയ്താൽ എന്താ പറയുക, ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈക്വൽ ആവണം എന്നാണ്. അപ്പൊ നമ്മൾ അത് കൊടുത്താൽ മതി. M2 പകരം ബാക്കി വരുന്ന ആൾക്കാർ, അതായത് 90 ആളിന്ന് എക്സ് ആൾക്കാർ പുറത്തു പോയെന്ന് അസ്യൂം ചെയ്യുക. അതിന്റെ ശേഷമുള്ള ആൾക്കാരെയാണ് ഞാൻ 90 മൈനസ് എക്സ്, അതാണ് M2 ആയിട്ട് എടുക്കുന്നത്. അവർ വർക്ക് ചെയ്യാനുള്ള ഡേ എന്ന് പറയുന്നത് D2 എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ടോട്ടൽ 40 ഡേയ്സ് ഉണ്ട്. ആ 40 ഡേയ്സിൽ 25 ഡേയ്സ് എന്താണ്? ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 15 ആണ്. ഡിവൈഡഡ് ബൈ W2 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു വർക്കിന്റെ 2/3 ഫിനിഷ് ചെയ്തു. ഇനി ബാക്കി വരുന്നത് എന്താണ്? ആ വർക്കിന്റെ 1/3 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. 90/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 45 വരും. എഗെയിൻ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 45 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 ടൈംസ് ആണ്. സോ നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? 90 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 25, 75 എന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 90 മൈനസ് 75 ആയിരിക്കും. അപ്പൊ എത്ര വരും? 15 ആൾക്കാർ. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് എന്ത് ചെയ്യാം? പുറത്തു പോവാം. അപ്പം ടോട്ടലി നമ്മൾ എത്ര പേര് ഇതിൽ നിന്ന് വർക്കിൽ നിന്ന് പോകാം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, 15 ആണ്. കിട്ടിയല്ലോ? ഓക്കെ, ചെയ്തോളൂ. സോറി, ക്വസ്റ്റ്യൻ. ഓക്കെ, കിട്ടി. ശരി, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇതും ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 എണ്ണം ടൈം ആൻഡ് വർക്ക് എന്ന് വന്നിട്ടുണ്ട്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ട്രൈ ചെയ്തോ എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും വേഗം കിട്ടിയല്ലേ? ഉം.
അപ്പൊ നമുക്ക് എയുടെയും ബിയുടെയും കൂടെ 1 ഡേയ്സ് വർക്ക് അറിയാം. എ പ്ലസ് ബിയുടെ 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1/12 ആണ്. ബിയുടെ മാത്രം 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് 1/30 ആണ്. സോ എയുടെ മാത്രം 1 ഡേയ്സ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 1/12 മൈനസ് 1/30 LCM എടുക്കുകയാണെങ്കിൽ 60 ആയിരിക്കും. സോ 5 മൈനസ് 2 ചെയ്താൽ 3/60 which is 1/20. അപ്പൊ നമുക്ക് എത്ര ദിവസം വേണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ 20 ഡേയ്സ് ആണ് എക്ക് മാത്രം ഫിനിഷ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ഇയറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഒരു ലെവലിനെക്കാട്ടും കുറച്ച് കൂടും അടുത്ത വർഷം വരുമ്പോൾ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാവർക്കും കിട്ടിയല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ ചെയ്തൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോർമുല മറന്ന ഓർമ്മയില്ലേ? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനകത്ത് എന്ത് അപ്ലൈ ചെയ്താൽ മതി? ബിക്ക് പകരം 1/x, എക്ക് പകരം എക്സ്. അപ്പൊ എന്തായിരുന്നു വരുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആയിരുന്നു നമ്മുടെ ഫോർമുല. അതിനകത്ത് നിങ്ങൾ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറുമായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 ടൈംസ് എക്ക് പകരം എക്സ്, ബിക്ക് പകരം 1/x. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? എക്സ് ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പൊ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് 1/x തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചത് ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ആണ്. സോ ഇതിനകത്തുനിന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2. സോ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എങ്ങനെ എഴുതിയാൽ മതി? ഡയറക്ട്ലി എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്ന് 2 മൈനസ് ചെയ്താൽ മതി. ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ ആൻസറിൽ എത്താൻ പറ്റും. എക്സ് പ്ലസ് 1/x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ആണ്. സോ 5 സ്ക്വയർ മൈനസ് 2, അതായത് 25 മൈനസ് 2 ഏത് വരും? 23 വരും. ഈ ഒരു ഐഡന്റിറ്റി ആയിട്ട് ഓർമ്മയുള്ളവർക്കാണെങ്കിൽ ഡയറക്ട്ലി എന്ത് ചെയ്താൽ മതി? നേരെ എക്സ് പ്ലസ് 1/x തന്നതാണെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്തിട്ട് 2 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 25 മൈനസ് 2 23. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇപ്പൊ കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു ജോമെട്രി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്ന എന്താണ്? ഒരു സർക്കിള്, സെന്റർ O ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ,
അപ്പൊ സപ്പോസ് ഇതാണ് എന്റെ സർക്കിൾ എന്ന് വിചാരിക്കുക, സെന്റർ O. ഇതിനകത്ത് എന്താ പറഞ്ഞൊരു ഒരു കോഡ് AB വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, അപ്പോ AB ലോങ്ങസ്റ്റ് കോഡ് ഏതാണ്? ലോങ്ങസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, സർക്കിളിനകത്ത് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ അതായത് രണ്ട് സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കോഡ് AB വരച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? സർക്കിളിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. തിരിച്ച് ബിയിലേക്ക് വരുന്നതാണെങ്കിലും 5 ആയിരിക്കും അല്ലെ? എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് കോഡ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കോഡും ഇതും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓൾവേസ് ഏതായിരിക്കും? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കും കോഡും സർക്കിളിന്റെ സെന്ററും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത്. കിട്ടി. ഓക്കെ, അപ്പോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി ഇത് 5 ആണ്, ഇത് 4 ആണ്. ഞാൻ പറഞ്ഞു ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ ഇവിടെ. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻ കിട്ടും. ഇത് 5 ആണ്, ഇത് 4 ആണെങ്കിൽ ഈ പോയിന്റ് ഏതായിരിക്കും? ഹൈപ്പോട്ടനസ് ആണ് 5 വരുന്നത്. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് ഈ ഒരു പോർഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണണമെങ്കിൽ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 25 മൈനസ് 16 റൂട്ട് 9 എന്ന് വരും അല്ലെ? റൂട്ട് 9 എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടും. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 3 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എന്ത് വരിക? ഇപ്പുറത്തെ ഡയറക്ഷനിലും വരിക. പെർപെൻഡിക്കുലർ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഈ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നുള്ള റൂൾ ഉണ്ട്. അത് ഓർമ്മയില്ലാത്തവരാണെങ്കിലും പ്രശ്നമില്ല. കാരണം ഇവിടെയും എഗെയിൻ ഇത് 5 ആണ്, ഇത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? 3 ആയിരിക്കും. നമ്മളോടൊപ്പം കോഡിന്റെ ലെങ്ത് ആ ചോദിച്ചത്. ഇവിടെ തൊട്ട് ഇവിടം വരെ 3, ഇപ്പുറത്തോട്ടും 3. സോ മൊത്തത്തിൽ എത്ര വരും? 3 + 3 6 സെന്റിമീറ്റർ. അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് ദി കോഡ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ ഇപ്പൊ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോറി, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. വൺ 120 ഡേയ്സ് ആണ് പറഞ്ഞത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഡയറക്ട്ലി യൂസ് ചെയ്താൽ മതി. ഡേയ്സ് ആയതുകൊണ്ട് അതിനെ ഇയറിലേക്ക് മാറ്റിയാൽ മതി. ഫോർമുല എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇവിടെ റേറ്റ് തന്നിട്ടുണ്ട്, 10% എന്ന് തന്നിട്ടുണ്ട്. ടൈം ആക്ച്വലി തന്നിരിക്കുന്നത് 120 ഡേയ്സ് ആണ്. അതിനെ നമ്മൾ ഇയറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 365 ചെയ്യണം. അതുപോലെ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4800. ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ എന്താണ്? TRT/100 ആണ്. ടി എന്ന് പറയുന്നത് എപ്പോഴും ഇയറിലായിരിക്കണം. സോ 4800 into 10 into 120 divided by 100 into 365 വരും. 120/365 ആണ് ഇയറിലുള്ള ടൈം വരുന്നത്. ഓക്കെ, ക്യാൻസൽ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 120 365 ക്യാൻസൽ ചെയ്യാം, 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ മതി. എന്നിട്ട്
ഫൈനലി ഡിവൈഡ് ചെയ്താൽ മതി. ഓപ്ഷൻ എ. കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യരുത്, അല്ലാതെ ചെയ്യണം. ഇവിടെ നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ മതി. 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 73 വരും. ഓക്കെ, ഇവിടെ വരുന്നത് 24. സോ 48 എന്ന് പറഞ്ഞാൽ 2 × 24. സോ 24 സ്ക്വയർ ഇൻറ്റു 2 ചെയ്താൽ മതി. 24 സ്ക്വയർ നിങ്ങൾക്ക് അറിയാലോ. ഫൈനലി എന്ന് തോന്നുന്നു 157.80 എന്ന് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, ഓപ്ഷനിൽ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും വാല്യൂസ് എല്ലാം നിയറസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ കാൽക്കുലേഷൻസ് അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിരിക്കണം. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ ആൻസർ അതിന്റെ അടുത്തുള്ള വാല്യൂസും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. കിട്ടിയല്ലോ. പൈസ കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി വന്നത് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയേ. എന്തായിരുന്നു എൽ സി എം കാണാനുള്ള ഫോർമുല? എൽ സി എം ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് എൽ സി എം ഓഫ് ന്യൂമറേറ്റർ ആയിരുന്നു അല്ലെ? എൽ സി എം ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ ആയിരുന്നു കാണേണ്ടതിരുന്നത് അല്ലെ? അപ്പൊ എൽ സി എം ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എൽ സി എം ഓഫ് ഏതൊക്കെയാ നമ്പേഴ്സ്? 2, 3, 4, 9 ഡിവൈഡഡ് ബൈ HCF of highest common factor 3, 5, 7, 13. ഇതിലെ കുറെ എല്ലാ നമ്പേഴ്സും എന്താണ് തന്നിരിക്കുന്നതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ HCF പ്രൈം നമ്പേഴ്സിന്റെ ഏത് മാത്രമാണ്? 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. ന്യൂമറേറ്ററിൽ LCM കാണാൻ 2ന്റെ മൾട്ടിപ്പിൾ ആണ് 4. സോ നമ്മൾ അതിനെ നോക്കേണ്ട ആവശ്യമില്ല. 3യുടെ മൾട്ടിപ്പിൾ ആണ് 9. സോ അത് നോക്കണ്ട. LCM ഓഫ് 4 and 9. 4ന്റെ 9ന്റെ LCM എന്താണ്? കോപ്രൈം നമ്പേഴ്സ് ആണ്. സോ 36. സോ 36/1 എന്ന് പറയുമ്പോൾ 36 ആണ് LCM കിട്ടുക. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. ഓപ്ഷൻ സി കിട്ടിയവരൊക്കെ കറക്റ്റ് ആക്കിയോ? ഓക്കെ, അപ്പോ ഇത് മറന്നുപോയത് LCM ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ന്യൂമറേറ്ററിന്റെ LCM.
അതുപോലെ സപ്പോസ് നമുക്ക് HCF ആയിരുന്നു കാണേണ്ടതെങ്കിൽ ന്യൂമറേറ്ററിന്റെ HCF അങ്ങനെ ഓർത്താൽ മതി. രണ്ടായാലും രണ്ട് ഫ്രാക്ഷൻസിലും നമുക്ക് LCM ഉം HCF ഉം കാണണം. സപ്പോസ് ഫ്രാക്ഷൻസിന്റെ HCF ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ കാണേണ്ടത് എന്താണ്? ന്യൂമറേറ്ററിന്റെ HCF അല്ലെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ LCM. അപ്പൊ ഏതാണ് നമ്മൾ ന്യൂമറേറ്ററിൽ ചെയ്യേണ്ടത് നോക്കാൻ മതി. HCF ആണെങ്കിൽ ന്യൂമറേറ്ററിന് HCF, LCM ആണ് ഫ്രാക്ഷന്റെ കാണണമെങ്കിൽ ന്യൂമറേറ്ററിന്റെ LCM. അത് തമ്മിൽ മാറിപ്പോരുത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നു. ക്യൂബ്സ് അറിയണം. ക്യൂബ്സിന്റെ നമ്പേഴ്സിന്റെ ക്യൂബ് അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി? കാണാൻ ചോദിച്ചിരിക്കുന്നത് ക്യൂബ് റൂട്ട് ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 1 മൈനസ് 127 ഡിവൈഡഡ് ബൈ 343 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനെ നമ്മൾ ഫ്രാക്ഷൻസിന്റെ സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആവണം. അപ്പൊ നമ്മൾ ഇവിടെ 1 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 343 മൈനസ് 127 ഹോൾ ഡിവൈഡഡ് ബൈ 343 എന്നാണ് ക്യൂബ് റൂട്ടിനകത്ത് വരുന്നത് അല്ലെ. 343 മൈനസ് 127 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 216 എന്ന് കിട്ടും അല്ലെ. ക്യൂബ് റൂട്ടിനകത്ത് 216 ഡിവൈഡഡ് ബൈ 343. 216 എന്ന് പറഞ്ഞാൽ 6ന്റെ ക്യൂബ് ആണെന്ന് അറിയാം. 343 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7ന്റെ ക്യൂബ് ആണ്. സോ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇങ്ങനെ എഴുതിയിട്ട് ക്യൂബ് 6 ക്യൂബ് അല്ലെങ്കിൽ 6/7 ഹോൾ ക്യൂബ് എന്നാ വരുന്നത്. ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 6/7. നമുക്ക് ഓപ്ഷൻ എ ആയിരിക്കും. ക്യൂബ്സ് അറിയാം എങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടും. ബാക്കി എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതും കൂടെ ഇന്ന് ചെയ്യാം. ഇതും ഒരു ജോമെട്രി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടോ, എന്താ പറയാ, ടൈം ആൻഡ് വർക്ക് 2 ക്വസ്റ്റ്യൻ വന്നു, ജോമെട്രി പോർഷനിലും 2 ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ചില ഇയേഴ്സിൽ ചില പോർഷനിൽ രണ്ടോ അതിൽ കൂടുതലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ചില ടോപ്പിക് അവർ സ്കിപ്പ് ആവുകയും ചെയ്യും. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്.
കിട്ടിയോ ആൻസർ? കിട്ടിയില്ലേ? എങ്ങനെയായിരുന്നു ചെയ്യേണ്ടിരുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് വേണേ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഏതാണ്? ഏതൊരു റെഗുലർ പോളിഗൺ ആണെങ്കിലും, ഏത് പോളിഗൺ ആണെങ്കിലും അതിന്റെ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഞാനിപ്പോ ഒരു എന്താ പറയാ, ഒരു പെന്റഗൺ എടുത്തു എന്ന് വിചാരിക്കാം, അല്ലേ? ഇതിന്റെ ഒരു ഇന്റീരിയർ ആംഗിൾ ആണ് ഇത്, അതിന്റെ കറസ്പോണ്ടിങ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത്. ഈ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ ഓൾവേസ് എന്തായിരിക്കണം? 180 അല്ലേ? സപ്ലിമെന്ററി അല്ലേ? അല്ലേ? ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ഓൾവേസ് സപ്ലിമെന്ററി ആയിരിക്കും. ഇപ്പൊ സപ്പോസ് ഞാൻ ഈ സൈഡാണ് നോക്കുന്നതെങ്കിൽ ഇതാണ് ഇന്റീരിയർ ആംഗിൾ, ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് എക്സ്റ്റീരിയർ ആംഗിൾ, രണ്ടും സപ്ലിമെന്ററി ആയിരിക്കും. ആ ഒരു ഫോർമുല മാത്രം മതി നമുക്ക് ഈ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിലേഷൻ 18 ആണോ വന്നിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിലേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. റിലേഷൻ തന്നിരിക്കുന്നത് എന്താണ്? ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 10 ടൈംസ് ഓഫ് ഇറ്റ്സ് എക്സ്റ്റീരിയർ ആംഗിൾ. ഞാൻ എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ട് എക്സ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റീരിയർ ആംഗിൾ എന്താണ് വരുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇന്റീരിയർ ആംഗിൾ 10 ടൈംസ് ദി എക്സ്റ്റീരിയർ എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇന്റീരിയർ ആംഗിൾ 10x ആയിരിക്കും. ഇത് രണ്ടും കൂടെ സം ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കണം? 180 അല്ലേ? സോ 10x പ്ലസ് എക്സ് എന്ന് പറയുന്നത്, കാരണം ഇത് രണ്ടും സപ്ലിമെന്ററി ആണ്, 180 ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് 180 എന്ന് കിട്ടും, അല്ലെ? ഇതിനകത്തുനിന്ന് നമുക്ക് 11x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180. അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് 180/11 എന്ന് കിട്ടും. അതായത് ഇതിന്റെ എക്സ് നമ്മൾ എടുത്തിരിക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180/11 ആണ്. നിങ്ങൾ ഇത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്. പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ സം എന്ന് പറയുന്നത് ഏത് പോളിഗൺ ആണെങ്കിലും എന്തായിരിക്കും? 360 ആയിരിക്കും. സപ്പോസ് അതിന്റെ സൈഡ്സ്, നമ്പർ ഓഫ് സൈഡ്സ് n ആണെങ്കിൽ ഒരു ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 360/n ആയിരിക്കും, അല്ലെ? അപ്പം നമുക്ക് 4 സൈഡുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണെന്നറിയാം. ഒരു റെഗുലർ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വയർ പോലത്തെ കേസസ്. സ്ക്വയർ ആണെങ്കിൽ അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ, ഒരെണ്ണത്തിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്ന ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? 360/4, നമുക്ക് 90 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് അറിയില്ല. സോ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം 360 ആണ്. അപ്പോൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 360/n. അതാണ് നമ്മളിപ്പോ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 180/11. കാരണം നമുക്ക് അല്ലാത്ത രീതിയിൽ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് 180/11 ആണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് n കാൽക്കുലേറ്റ് ചെയ്യാം. n എന്ത് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 360 × 11/180 ആണ് വരുന്നത്. ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 2 × 11, 22 ആണ് ആൻസർ വരുന്നത്. ഇപ്പൊ കിട്ടിയായിരുന്നു എല്ലാവർക്കും? ക്ലിയർ ആയിട്ടുണ്ടോ?
ഓക്കെ, അപ്പൊ ഇത്രയും 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ദിവസം